ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആകെ മൊത്തം സംഘർഷഭരിതമായിട്ട് പോവുകയാണല്ലോ അനന്തപുരിയിലെ കാര്യങ്ങൾ. ഇനിയിപ്പം അവന്തികയുടെയും നവീൻ്റെയും വിവാഹം ഉറപ്പിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത് എനിക്കും സന്തോഷമായിട്ടുണ്ട്. ഇനിയിപ്പോൾ അനിയുടെയും നന്ദുവിൻ്റെയും കാര്യത്തിൽ ഏകദേശം ഒരു ട്രാക്കൊക്കെ നേരെയായി വരികയാണ് കേട്ടോ. അപ്പോഴാണ് വീണ്ടും അടുത്ത പ്രശ്നം തലപൊക്കിക്കൊണ്ടുവരുന്നത്. ഒരു വലിയ പ്രശ്നം തന്നെയാണത്. കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കായിരുന്നേലും വീണ്ടും നമ്മുടെ വേണുവും അനാമികയും ഒക്കെ പൊങ്ങി വരികയാണ് ചെയ്യുന്നത്. അനിയിപ്പം മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആണെന്നും അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അനിയെ ചാക്കിട്ട് പിടിക്കണം എന്നൊക്കെ നമ്മുടെ അഭി പറഞ്ഞു കൊടുക്കുകയാണ്. അതനുസരിച്ച് പ്രവർത്തിക്കാൻ പോവാണ് ഇനിയിപ്പം നമ്മുടെ അനാമിക എങ്ങനെയെങ്കിലും അനന്തപുരി തിരിച്ചു കയറാനും അനിയുടെ സ്വത്ത് കൈവശമാക്കാനും ഒക്കെ ശ്രമിക്കുകയാണ് കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വേണു അനാമികയോട് പറയാണ് കേട്ടോ, എടി നീ കേട്ടില്ലേ അവൻ ആ അഭി പറയുന്നത്? അത് വെച്ച് എന്തെങ്കിലും ഒരു കളി നമുക്ക് കളിച്ചാലോ? ഇപ്പം നമ്മളാണെങ്കിൽ മുങ്ങാൻ പോകുന്ന കപ്പലാണെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുക. അപ്പം അനാമിക പറയുന്നുണ്ട്, അച്ഛൻ എന്ത് പണിയായി പറയുന്നത്? ഇനി എന്ത് കളി കളിക്കാനാ? ഒരു കളിയും കളിക്കാനില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അവനോടൊപ്പം ഒരു ജീവിതം ആവശ്യമില്ല. എന്നെ വേണ്ടാത്തവനെ എനിക്കും വേണ്ട. ഞാനല്ലെങ്കിലും അവനെ അത്ര സ്നേഹിച്ചിട്ടൊന്നും ആയിരുന്നില്ലല്ലോ അനന്തപുരിയിൽ കയറി കൂടിയത്. അവിടുത്തെ സ്വത്തുക്കൾ അടിച്ചു മാറ്റുക എന്നുള്ള ഒറ്റ ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രമല്ലായിരുന്നോ? പിന്നെ ഇനിയിപ്പം തലേന്ന് ആ ഭാരം പോയെന്ന് വെക്കാം. കേസും കോടതിയും എന്തെല്ലാം ചീത്തപ്പേരുകൾ കേട്ടു. അവസാനം എൻ്റെ എല്ലാ കഥകളും അനന്തപുരിക്കാരറിഞ്ഞു. ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുന്നതിലോ സ്വത്ത് തട്ടിപ്പറിക്കാൻ ചെല്ലുന്നതിലോ ഒന്നും അവർ താല്പര്യം കാണിക്കില്ല. കാരണം അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. സ്വത്ത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് അവർ മനസ്സിലാക്കിയില്ലേ അച്ഛാന്ന് ചോദിക്കുക. അപ്പോൾ വേണു പറയേ, എൻ്റെ പൊന്നു മോളെ, അവരുടെ സ്വത്ത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കിക്കോട്ടെ. അത് നമ്മളെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല. നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ കയറി കൂടണം. നീ കേട്ടില്ലേ ഇപ്പം ആ അഭി പറയുന്നത്? അവന് പോലും അവിടെ ഒരു സ്ഥാനവും ഇല്ല. ആദർശം നയനയും അവിടുന്ന് പിണങ്ങി ഇറങ്ങി പോവുകയും ചെയ്തു. ഇനിയിപ്പം അവിടുത്തെ കമ്പനികളുടെ എല്ലാം കാര്യങ്ങൾ നോക്കുന്ന അനിയ. അവനെ ഒന്ന് പിടിച്ചാൽ നിനക്ക് അത് മുഴുവൻ, ആ സ്വത്ത് മുഴുവൻ കൈക്കലാക്കാൻ പറ്റും. അതല്ലേ നമ്മൾ നോക്കേണ്ടതെന്ന് പറയണം. അപ്പം അനാമിക പറയും, എന്താ നിങ്ങളൊക്കെ ഈ പറഞ്ഞു വരുന്നതെന്ന് എനിക്കിപ്പോഴും സംഭവം മനസ്സിലാവുന്നില്ല അച്ഛാന്ന് പറയാം. അപ്പോൾ രേവതി പറയാം, മോളെ അതൊന്നുമല്ല, നീ മനസ്സിലാക്ക്. ഇപ്പം ഇനി നിനക്ക് അവിടെ പാര പണിയാൻ ആരുമില്ല. ആ അഭിയും നവ്യയും ഒക്കെ അവിടുന്ന് പിണങ്ങി മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നവ്യയുടെ ഭാഗത്ത് നിന്ന് നിനക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. നീ ഓർക്കുന്നില്ലേ നവ്യ നിന്റെ കരണത്തടിച്ചത്? ഇപ്പം അവൾ അനന്തപുരിക്കാർക്ക് മുഴുവൻ എതിരാ. അതുകൊണ്ട് അവൾ നിന്റെ പക്ഷത്തേ നിൽക്കുള്ളൂ. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ആ ആദർശം നയനിയുമല്ലായിരുന്നോ? അവരും ഇപ്പം അവിടുന്ന് പിണങ്ങി ഇറങ്ങി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ നിനക്ക് സാധിക്കും മോളെ എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അനാമിക ഇങ്ങനെ ആലോചിക്കുക, ഞാൻ ഇനിയും അവനെ വിവാഹം കഴിച്ച് അവൻ്റെ കൂടെ ഒന്നിച്ച് ജീവിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇനിയിപ്പം ഞാനതിന് ശ്രമിച്ചാലും അനി എന്നെ അടുപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ്റെ തലേന്ന് ഞാൻ ഒഴിഞ്ഞു പോയല്ലോ എന്ന് വെച്ച് ഏറ്റവും അധികം സന്തോഷിച്ച് നടക്കുന്ന അവൻ തന്നെയാണ്. അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദു ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ നാണമില്ലേ എന്നെ ഇങ്ങനെ നിർബന്ധിക്കാൻ? ഇതൊന്നും എനിക്ക് നടക്കുന്ന കാര്യമല്ല. എന്ത് സ്വത്ത്, പണം, ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കളി നമ്മൾ കളിച്ചു. എന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ട് കോടതിയിൽ നിന്ന് ശിക്ഷയും വാങ്ങിച്ച് കൂട്ടിയതല്ലാതെ എന്തെങ്കിലും സംഭവിച്ചോ? വേണു പറയാം, നീ ഇപ്പം കേട്ടില്ലേ അഭി പറയുന്നത്? അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് ഒന്നിനു വേണ്ടി അലയണ്ട. ഇപ്പം തന്നെ ആ അഭിയോട് ജ്വല്ലറിയിൽ ഒരു ജോലി നിനക്ക് ഒപ്പിച്ച് തരാമോ എന്ന് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അവൻ പറഞ്ഞത് കേട്ടില്ലേ? അതിനൊന്നും വേണ്ടി കാത്തു നിൽക്കണ്ട. അനിയല്ലേ ഇപ്പം മൂർത്തീസ് ജ്വല്ലറിയുടെ MD. അവൻ്റെ ഭാര്യ തന്നെയാണ് മോളെ. നീ ഇപ്പോഴും നിയമപരമായിട്ട് നിങ്ങൾ ബന്ധം വേർപെടുത്തിയിട്ടില്ല. അത് നീ മനസ്സിലാക്കണം. ആ അധികാരം നീ കാണിക്കണം എന്ന് പറയാം. ഇനി ആ അധികാരവും കാണിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നാൽ മതി. അവൻ എന്നെ അടിച്ച് പുറത്താക്കും. നിങ്ങളെന്താ വിചാരിച്ചത്? അവൻ എന്നെ 2 കൈയും കെട്ടി സ്വീകരിക്കുമെന്നാണോ? അപ്പം വേണു പറയാൻ, ഒരിക്കലുമില്ല. അവൻ നിന്നെ അടിച്ച് പുറത്താക്കുക തന്നെ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലൊരു പണികളല്ലേ നമ്മളവിടെ ചെയ്തു കൂട്ടിയത്. പിന്നെ ഇനി ഇപ്പം അവൻ്റെ കാലും കൈയും പിടിച്ച് ഒന്നെങ്കിൽ അവൻ്റെ കൂടെ ഒരു ജീവിതം തുടങ്ങുക, അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു കരുണ കൊണ്ട് അവിടുന്ന് നമുക്ക് കിട്ടാവുന്ന കോമ്പൻസേഷൻ മേടിച്ചെടുത്ത് പിരിയുക. കോമ്പൻസേഷൻ കിട്ടണമെങ്കിൽ തന്നെ ആ കിളവനും കിളവിയും ഒക്കെ കനിയണം. അവരെയൊക്കെ അന്ന് നമ്മൾ ഒരുപാട് വെറുപ്പിച്ചു. ഇപ്പം തോന്നും അതൊന്നും വേണ്ടായിരുന്നെന്ന്.
ഇപ്പോൾ അവരുടെയൊക്കെ കരുണയുണ്ടെങ്കിൽ ലക്ഷങ്ങളല്ല കോടികളാ മോളെ നിനക്ക് കോമ്പൻസേഷനായിട്ട് കിട്ടാനും പോകുന്നത്. അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും എല്ലാവരെയും ഒന്ന് സോപ്പിട്ട് നിൽക്കണം. വിവാഹമോചനത്തിലേക്ക് പൊക്കോളാൻ അനി തീർത്ത് പറയുകയാണെങ്കിൽ കോമ്പൻസേഷൻ ചെന്നാൽ വിവാഹബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു തരാമെന്ന് നമുക്കും അങ്ങ് പറയാം. അതിനു മുമ്പ് മോളെ നീ ഒരു ചെറിയ കളി കളിക്കണം. ഒത്താൽ അവൻ്റെ ജീവിതത്തിലേക്ക് കയറി കൂടിയ നമുക്ക് നേതൃത്വത്തിലും കൂടുതൽ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും. ഒരുപാടൊക്കെ ഇങ്ങ് വലിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം അവനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഉപേക്ഷിക്കട്ടെ, അവിടെ നിന്ന് നമുക്ക് കോടികൾ കോമ്പൻസേഷൻ വാങ്ങി തിരിച്ചു പോരാവല്ലോ എന്ന് പറയുക. അപ്പോൾ അനാമിക ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. അപ്പോൾ രേവതി പറയാ, നീ ഇനിയൊന്നും ആലോചിക്കാനില്ല, എങ്ങനെയെങ്കിലും അനന്തപുരി കയറി കൂടാൻ നോക്ക്. ഇപ്പം ദേ അവിടെ ഈ പ്രശ്നം ഉണ്ടാക്കി ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? ജീവിക്കാൻ പോലും നിവർത്തിയില്ലാതെ നെട്ടോട്ട് ഓടുക. ഇനിയിപ്പോൾ എവിടെ നിന്ന് കടം വാങ്ങി ജീവിക്കാമെന്നാ? മേടിക്കാവുന്നിടത്ത് നിന്ന് മുഴുവൻ നിൻ്റെ അച്ഛൻ മേടിച്ചു കൂട്ടിയിട്ടുണ്ട്. ഓരോ കടക്കാരും വട്ടിപ്പലിശക്കാരും വീടിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് നീ കാണുന്നില്ലേ? നിനക്കോ ഒരു ജോലിയില്ല, അച്ഛനും ഇല്ല, എങ്ങനെ നമ്മൾ ജീവിച്ചു പോകും? ഈ പരിപാടി ഒന്ന് ചെയ്തു നോക്കുന്നോളെ, ഏതായാലും നാണം കിട്ടും. നനഞ്ഞില്ലേ, കുളിച്ച് തന്നെ കയറാമെന്ന് പറയാം. അപ്പോൾ അനാമിക കുറച്ച് സമയം ഇങ്ങനെ ആലോചിച്ച് നിന്നതിന് ശേഷം പറയാണ്, ആ ശരി, ഞാൻ ആലോചിക്കാം. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും ഒരു നിശ്ചയവുമില്ല. നീ നിശ്ചയിലായി ഒന്നുമില്ല. നീ തൽക്കാലം അനിയെ പോയി കണ്ട് നല്ല രീതിയിൽ സംസാരിച്ച് അവൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ നോക്ക്. എന്നിട്ട് അവനെ പതുക്കെ പതുക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവൻ്റെ മനസ്സിൽ കയറി കൂടാൻ നോക്ക്. ഇല്ലെങ്കിൽ ഒരു ഡിവോഴ്സിനെങ്കിലും അവൻ കോമ്പൻസേഷൻ തന്ന് ഒഴിയട്ടെ. ഇതൊന്നുമില്ലാതെ ഇങ്ങനെ നമ്മൾ നിന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ മോളെ? നമുക്കും ചെറിയ കളിയൊക്കെ കളിക്കാമെന്ന് വേണു പറയുമ്പം അനാമികയും തലയാട്ടുകയാണ് കേട്ടോ. അങ്ങനെ അനാമിക മനസ്സിൽ വിചാരിക്കാൻ എങ്ങനെയെങ്കിലും അനിയെ വശത്താക്കി എടുക്കണം. ഒന്നെങ്കിൽ അവൻ്റെ ജീവിതത്തിലേക്ക് കയറി അനന്തപുരിയിൽ വീണ്ടും കയറിക്കൂടി അവിടുന്ന് കുറേ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റണം. ഇല്ലെന്നുണ്ടെങ്കിൽ അവനിൽ നിന്ന് കോടികളുടെ കോമ്പൻസേഷൻ വാങ്ങണം. അവനിപ്പോൾ വെറും ഒരാളല്ല, അവനിപ്പം മൂർത്തീസ് ജ്വല്ലറിയുടെ എല്ലാം MD ആണ്. മൂർത്തീസ് കമ്പനികളുടെ എല്ലാം കാര്യങ്ങൾ നോക്കുന്ന MD. അവന് ഏറ്റവും ഉയർന്ന പദവിയും അവനിൽ നിന്ന് പിരിയുമ്പോൾ കുറച്ചധികം കോമ്പൻസേഷനും കിട്ടും. അതെങ്ങനെയും മേടിച്ചെടുക്കണം, അല്ലാതെ പിടിച്ചു നിൽക്കാനും ജീവിക്കാനും ഒന്നും പറ്റില്ല എന്ന് വിചാരിക്കുകയാണ്. അതേസമയം നമ്മുടെ നവീനാണെങ്കിൽ അനിയോട് പറയുന്നുണ്ട്, അനി എന്താ ഞാൻ ചെയ്യുക? ആ അവന്തികയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു. നന്ദുവിനെയാണ് എനിക്കിഷ്ടം എന്നുള്ള കാര്യം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? എന്നിട്ട് നിനക്ക് നിൻ്റെ വീട്ടിലൊന്ന് അവതരിപ്പിച്ചുകൂടെ? എങ്ങനെയെങ്കിലും അനാമികയും എൻ്റെയും ബന്ധം എങ്ങനെയെങ്കിലും തകർത്ത് തരണമെന്ന് പറയാ. പനി പറയുന്നുണ്ട്, ഏട്ടാ ഞാനെങ്ങനെ ചെയ്യാനാ? നിനക്ക് അനാമികയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചുകൂടെ? ഞങ്ങളുടെ കുടുംബവുമായിട്ടുള്ള ബന്ധം നീ വരുന്നത് അതിൽ പരം സന്തോഷം എനിക്ക് വേറൊന്നുമില്ല. അതുകൊണ്ട് ഈ ബന്ധം നടന്നു കാണാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അനി പറയുക. അപ്പോൾ നവീൻ പറയുക, നിനക്കറിയില്ലേ എൻ്റെ മനസ്സിൽ മുഴുവൻ നന്ദു ആണെന്നുള്ള കാര്യം ആദ്യമേ ഞാൻ നിന്നോടല്ലേ പറഞ്ഞത്. അങ്ങനെയുള്ളപ്പം എനിക്കിനി മറ്റൊരു പെണ്ണിനെ ഭാര്യയായിട്ട് സങ്കല്പിക്കാൻ പറ്റില്ലെന്ന് പറയാം. പനി പറഞ്ഞു കൊടുക്കുക, അതൊക്കെ തോന്നലാടാ, അങ്ങനൊന്നുമില്ല. അവന്തിക നല്ല കുട്ടിയാണ്, അതുകൊണ്ട് അവന്തികയുമായിട്ടുള്ള ബന്ധത്തിന് നീ സമ്മതിക്കണം. രണ്ട് കുടുംബങ്ങളുടെ ബന്ധമല്ലേ? ഇനിയിപ്പോൾ ഇത് വേണ്ടാന്ന് വെച്ചാൽ എൻ്റെ മുത്തച്ഛനും നിൻ്റെ മുത്തച്ഛനും ഒക്കെ ഭയങ്കര വിഷമാവും. കാരണവന്മാർ തീരുമാനിച്ചല്ലേ, നീ ഒന്നുകൂടി ഒന്ന് ആലോചിക്ക് എന്ന് പറയാം. അപ്പോഴും നവീന് ആകെപ്പാടെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നടക്കുകയാണ്. ടെൻഷൻ അടിച്ച് നവീൻ ഇങ്ങനെ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ നന്ദുവും ആദർശും എല്ലാവരും കൂടി ഗെയിം ജ്വല്ലറിയുടെ കൂടെ കള്ളപ്പണം പിടിച്ചെടുത്തിരിക്കുകയാണ്. കള്ളക്കടത്ത് സ്വർണ്ണമാണ്. കള്ളക്കടത്ത് സ്വർണം ദുബായിൽ നിന്ന് ഇവിടെ എത്തിച്ചതിന് ശേഷമാണ് കേട്ടോ പനിക്കൂലിയും എല്ലാം കുറച്ച് വിറ്റ് കൂടുതൽ സമ്പത്തുണ്ടാക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് മുഴുവൻ നന്ദുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് പിടിച്ചടക്കുകയാണ് ചെയ്യുന്നത്. സേവിയറാണ് കേട്ടോ ഈ റിപ്പോർട്ട് കൊടുക്കുന്നത്. ഡേവിഡ് എന്ന് പറയുന്ന ആൾ ഇങ്ങനൊരു കള്ളക്കടത്ത് സ്വർണം വരുന്നതിനെക്കുറിച്ച് ഫോൺ ചെയ്ത വിവരങ്ങൾ കൊടുത്ത് നന്ദു അതെല്ലാം പൊക്കിയെടുക്കുകയാണ്. അങ്ങനെ കള്ളക്കടത്ത് പിടിച്ചു കഴിയുമ്പോഴേക്കും ഒരുപാട് നഷ്ടം, കോടികളുടെ നഷ്ടമാണ് AM ജ്വല്ലറിക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ കോടികളുടെ നഷ്ടമുണ്ടായി കഴിയുമ്പോഴേക്കും ആകെ ടെൻഷനിലാവുകയാണ് ഡേവിഡും നാഗേന്ദ്രനും അതുപോലെ തന്നെ അവന്തികയും. അവർ 3 പേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അവന്തിക ആകെപ്പാടെ വെപ്രാളപ്പെട്ട് അച്ഛനോട് പറയുക, അച്ഛാ ഇതെങ്ങനെ സംഭവിച്ചു? നമ്മുടെ സ്വർണം എങ്ങനെ പോലീസ് പിടിച്ചു? നമ്മൾ പലതും ഒളിച്ചും പാത്തുമാണല്ലോ നടത്താറ്. ഇതുവരെയുള്ള നമ്മുടെ നീക്കങ്ങളൊന്നും പുറത്തു പോയിട്ടില്ല. പക്ഷേ ഈ കാര്യം ഇത് പുറത്തു പോയി. ഇതെങ്ങനെ സംഭവിച്ചു? ആ നന്ദുവിന് ഈ വിവരങ്ങൾ എങ്ങനെ ലഭിച്ചു എന്നിങ്ങനെ ആലോചിക്കുക. എന്നിട്ട് പറയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ നാഗേന്ദ്ര പറയാ, ശരിയാ ആ നന്ദു അവൾ ആള് ഡേഞ്ചറാണ്. ആ നയനയുടെ സിസ്റ്ററല്ലേ അവള് എന്ന് ചോദിക്കുമ്പോൾ അവന്തിക പറയാ, അതെ അവൾ ആള് ഡേഞ്ചറാണ്. അവിടെ അനിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. അനിക്കും അവളോടാണ് താല്പര്യം.
പക്ഷേ വീട്ടുകാർ തമ്മിൽ സമ്മതിക്കാത്തത് കൊണ്ട് മാത്രമാണ് ആ വിവാഹം നടക്കാത്തത്. അവൾ പണ്ടേ ആളൊരു പുലിയാണ് എന്ന് പറയാണ്. അപ്പം നാഗേന്ദ്ര പറയാ, പുലിയായാലും എന്തായാലും നമ്മളെ അവൾ വീഴ്ത്തി, അവളെ നമ്മൾ സൂക്ഷിക്കണം. അവൾക്ക് ഈ ഡീറ്റെയിൽസൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്നുള്ള കാര്യമാണ് ഒരു പിടുത്തവും ഇല്ലാത്ത എന്ന് പറയുക. അപ്പോൾ ഉടനെ ഡേവിഡും പറയാം, ശരിയാ, ഈ വിവരങ്ങൾ എങ്ങനെ ചോർന്നു പോയി എന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ നാഗേന്ദ്ര പറയാ, ഡേവിഡെ നീ ഞങ്ങളെ ചതിച്ചതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യുമോ, സാറിനറിയാവുന്നതല്ലേ, ഞാൻ അങ്ങയെ ചതിക്കുമോ, അങ്ങനെ ചതിച്ചാൽ പിന്നെ എനിക്കൊരു നിലനിൽപ്പുണ്ടോ സാറേ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ നാഗേന്ദ്ര പറയാ, അല്ല, എനിക്ക് നിന്നെ ഇപ്പോൾ സംശയമുണ്ട്, ഈ വിവരം അല്ലാതെ എങ്ങനെ പുറത്തു പോയി, നിനക്ക് മാത്രം അറിയാവുന്ന കാര്യമില്ലായിരുന്നോ ഡേവിഡേ എന്ന് പറയുമ്പോൾ ഡേവിഡ് പറയാ, ഞാൻ ആ സ്മഗ്ലറെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തതേ ഉള്ളൂ, അല്ലാതെ ഞാൻ ഈ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വിട്ടില്ല. ഇങ്ങനൊരു സംശയത്തിൻ്റെ ആവശ്യമുണ്ടോ സാറേ, ഇതിപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ, ഇങ്ങനൊരു സംശയം നമ്മുടെ ഇടയിൽ ഇല്ലായിരുന്നല്ലോ എന്ന് പറയുക. അപ്പോൾ ഉടനെ അവന്തിക പറയുക, അതെ, ഇങ്ങനൊരു സംശയം നിങ്ങളുടെ ഇടയിലില്ലായിരുന്നു, പക്ഷേ ഇപ്പം ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പം എന്തൊക്കെയോ സംഭവങ്ങൾ ഡേവിഡ് നടത്തുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറയാം. ആഹാ, അങ്ങനെ ഒരു സംശയം വന്നോ? ഒരിക്കലുമില്ല, ഞാൻ അങ്ങനെ ഉണ്ട ചോറിൽ മണ്ണ് വാരി ഇടുമോ, ഇപ്പോഴും ഞാൻ ഇവിടുത്തെ ചോറ് തന്നെയല്ലേ ഉണ്ണുന്നത്, പക്ഷേ എന്നെ മറ്റാരോ വീക്ഷിക്കുന്നുണ്ടെന്നോ ഈ ഡീറ്റെയിൽസൊക്കെ പുറത്ത് പോകുന്നുണ്ടെന്നോ ഒരു സംശയമുണ്ട് എന്ന് പറയാണ്. അപ്പം നാഗേന്ദ്ര പറയാം, എന്ത് ഡീറ്റെയിൽസ് പുറത്തു പോയാലും ഈ ജ്വല്ലറിക്ക് പുറകിൽ ഞാനാണെന്നുള്ള കാര്യം പുറത്തു പോകരുത് എന്ന് പറയാം. അപ്പോൾ അവന്തികയും പറയാം, ഇനിയിപ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിലും നന്നായിട്ട് അലേർട്ടായിരിക്കണം. 1-2 രൂപയുടെ അല്ല, കോടികളുടെ നഷ്ടമാണ് നമുക്ക് ഈ ഒരു കള്ളക്കടത്ത് മൂലം നഷ്ടപ്പെട്ടത് മൂലം ഉണ്ടായത്. പോലീസ് ഇനിയിപ്പം നമ്മളെ നന്നായിട്ട് വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറയാം. അപ്പം നാഗേന്ദ്ര പറയാം, അവന്തിക മോള് ഒരു കാര്യം ചെയ്യണം, ആ നന്ദുവിൻ്റെ നീക്കങ്ങളെല്ലാം ശ്രദ്ധിക്കണം, അവൾക്ക് ഇതിനാരാ സഹായം ചെയ്യുന്നതെന്നുള്ള വിവരങ്ങളും അറിയണം എന്ന് പറയണം. അപ്പോൾ അവന്തിക്ക് പറയാം, ശരിക്കും അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം, നന്ദുവിനെ ഞാൻ വീക്ഷിച്ചോളാം എന്ന് പറയണം. അങ്ങനെ അവന്തിക ശ്രദ്ധിക്കുകയാണ് കേട്ടോ നന്ദുവിൻ്റെ നീക്കങ്ങൾ. ഇവരുടെ സ്വർണ്ണമൊക്കെ പിടിച്ചതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് ജ്വല്ലറിക്കാർക്കറിയാം. അങ്ങനെ അവന്തികയുടെ ഒരു ശത്രുവായിട്ട് മാറുകയാണ് നന്ദു. അങ്ങനെ നന്ദുവിനെ പോക്കും വരവും എല്ലാം വീക്ഷിക്കുമ്പോഴാണ് അവന്തിക ആ കാഴ്ച കാണുന്നത്. തൻ്റെ വിവാഹം കഴിക്കാൻ പോകുന്ന നവീൻ നന്ദുവിനെ കാണാനായിട്ട് ബീച്ചിലേക്ക് ചെല്ലുന്നു. നന്ദുവുമായി നിന്ന് സംസാരിക്കുന്നു ഒരുപാട് സമയം. ആ സംസാരം കാണുമ്പം അവന്തികയ്ക്ക് തോന്നുകയാണ്, ഇതിലെന്തോ പന്തികേടുണ്ടല്ലോ, നവീനേട്ടൻ എന്തിനായിരിക്കും അവളെ കാണാൻ പോയത്, അവളും നവീനേട്ടനും തമ്മിൽ എന്ത് ബന്ധം ഉണ്ടാവുക, ഇനി എന്തെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ തന്നെ ഒറ്റയ്ക്ക് ഇവളെ കാണാൻ എന്തിനായിരിക്കും പോയത്. ആ സംസാരത്തിനും പ്രവൃത്തിയിലും ഒക്കെ എന്തോ മാറ്റമുള്ളതുപോലെ. ഞാനിത് ശ്രദ്ധിക്കണം, ഇനി നവീനേട്ടൻ്റെ മനസ്സിലെങ്ങാനും നന്ദു ആണ് ഉള്ളത് എങ്കിൽ അദ്ദേഹത്തിന് പോലീസുകാരെയും വക്കീലുമാരെയൊക്കെയാണല്ലോ ഇഷ്ടമാണെന്ന് പറഞ്ഞത്, ഇവളെങ്ങാനും മനസ്സിലുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ മുഖത്തൊരു ഭാവമാറ്റം ഉണ്ടായിരുന്നു, അതെന്താണെന്ന് ചോദിച്ചപ്പം തുറന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇവളോട് എന്തോ ഒരു അടുപ്പമുള്ളതുപോലെ തോന്നുന്നു. അല്ല, അനിക്കും ഇവളോടാണല്ലോ ഇഷ്ടം, അനിയും ഇവളെ വിവാഹം കഴിക്കാൻ നടക്കുകയാണല്ലോ, അപ്പം എല്ലാവരെയും ഇവളെ ചീറ്റ് ചെയ്യായിരിക്കും ചെയ്യുന്നതല്ലേ. എന്തായാലും ഇവളുടെ കാര്യം ഞാൻ തീർത്തു തരാം, ഇവക്കൊരു പണി കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ അവന്തികയും ഇങ്ങനെ ആലോചിക്കുക. അങ്ങനെ അവന്തികയുടെ ഈ നമ്പർ 1 ശത്രുവായിട്ട് മാറുകയാണ് കേട്ടോ നന്ദു. അതേസമയം ഈ ആദർശും നയനയും കൂടി സംസാരിക്കുന്നുണ്ട് ഈ കാര്യത്തെക്കുറിച്ചിട്ട്. നയനയോട് ആദർശ് പറയാണ്, ജ്വല്ലറിയുടെ കോടിക്കണക്കിന് രൂപയുടെ കള്ള സ്വർണം നമ്മുടെ നന്ദു ആണ് പിടിച്ചതെന്ന് പറയാം. അപ്പോൾ നയന പറയുന്നുണ്ട്, അതിനുള്ള വിവരങ്ങളൊക്കെ ആദർശേട്ടനും സേവിയറും അതുപോലെ തന്നെ കിരണേട്ടനും കൂടെ കൊടുത്തില്ലേന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും സേവിയർ നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്, അവൻ എല്ലാ കാര്യങ്ങളിലും ഒരു ഇതിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഡീറ്റെയിൽസൊക്കെ അറിയുന്നത്, സൈബർ സെല്ലിലെ സകല വിവരങ്ങളും അവൻ കൊടുത്തരുന്നുണ്ട്. അങ്ങനെയാണ് ഡേവിഡ് ഈ കള്ളക്കടത്തുമായിട്ട് ബന്ധമുണ്ടെന്നും അവരുടെ സ്വർണം വരുന്നുണ്ടെന്നും അറിഞ്ഞ് നന്ദുവിനെ വിവരം അറിയിക്കുകയും ചെയ്തത്. മറ്റേത് പോലീസുകാരെ അറിയിച്ചിരുന്നെങ്കിലും അവർക്കെല്ലാം പണം കൊടുത്ത് ഇവർ ഒതുക്കിയേനെ. പക്ഷേ നന്ദുവിൻ്റെ അടുത്ത് അത് നടക്കില്ലാത്തത് കൊണ്ട് തന്നെ പുറം ലോകം ഇതറിഞ്ഞു, കള്ളക്കടത്ത് സ്വർണം പിടിച്ചു, കോടികളുടെ നഷ്ടം അവർക്കുണ്ടായതെന്ന് പറയാം. അപ്പം നയന പറയാ, ശരിയാ, കോടികളുടെ നഷ്ടമാണ്, പക്ഷേ അവരിനി ചുമ്മാ ഇരിക്കുന്നു തോന്നുന്നില്ല ആദർശേട്ടാ, നന്ദു അല്ലേ അവരുടെ കണ്ണിൽ ഇങ്ങനൊരു കാര്യം ചെയ്തത്, അതുകൊണ്ട് അവരുടെ ഒരു നമ്പർ 1 ശത്രുവായിട്ട് നന്ദു തന്നെ മാറും. അതുകൊണ്ട് നമ്മൾ നന്ദുവിൻ്റെ കാര്യം കുറച്ചുകൂടി ശ്രദ്ധിക്കണം, അവളോട് ആദർശേട്ടൻ തന്നെ സൂക്ഷിക്കണം എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയാണ്, അതൊക്കെ ഞാൻ പറഞ്ഞോളാം, നന്ദുവിനോട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാലും അവൾ അതൊന്നും ചിന്തിക്കുകയില്ല. നയനെ, നിനക്കറിയില്ലേ അവളുടെ സ്വഭാവം, അവളുടെ കാര്യങ്ങൾ നോക്കാൻ അവൾക്ക് നന്നായിട്ട് അറിയാം നയനെ, നമ്മളതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്ന് പറയണം. അങ്ങനെ അനി നന്ദുവിനെ കണ്ട് സംസാരിക്കാം.
അനി നന്ദുവിനോട് പറയുന്നുണ്ട്, നന്ദു, എൻ ജ്വല്ലറിയുടെ അങ്ങനെ ഒരു കള്ളക്കടത്ത് സ്വർണം വരുന്നുണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ഇത്രയും സ്വർണം പിടിച്ചതുകൊണ്ട് അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, ആ വിവരങ്ങളൊക്കെ എനിക്ക് തന്നത് ആദർശേട്ടനാണ്. ആദർശേട്ടൻ എന്തായാലും എൻ ജ്വല്ലറിക്കാരുടെ പുറകെ തന്നെയുണ്ട്. മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കാൻ നോക്കുന്നത് ഈ എൻ ജ്വല്ലറി ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് പറയാം. പനി പറയുന്നുണ്ട്, അതെ, ഇത് വലിയൊരു കാര്യം തന്നെയാണ്. ഇങ്ങനെ കള്ളക്കടത്ത് സ്വർണം വരുന്നത് കൊണ്ടായിരിക്കും അവർ പണിക്കൂലിയും ടാക്സും എല്ലാം കുറച്ചിട്ട് ആളുകൾക്ക് ആഭരണം കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്കിത്രയും നഷ്ടം വരുന്നത്. നമ്മുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പണിയൊക്കെ ചെയ്യുന്നത്. കള്ളസ്വർണം കൊണ്ടുവന്നിട്ടാണ് അവർ ഈ പണി ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ അറിഞ്ഞപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ഒരുപാട് സന്തോഷമായി. നന്ദു, നിന്നെക്കുറിച്ച് ഒരുപാട് നന്നായിട്ട് അവരൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നന്ദുവിനെ കൊണ്ട് മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ, അതിനുള്ള ധൈര്യം നിനക്ക് മാത്രമേ ഉള്ളൂ എന്നും മുത്തശ്ശൻ പറയുന്നത് കേട്ടു. എൻ ജ്വല്ലറിയുടെ കള്ളസ്വർണം പിടിച്ചതിൽ അവർക്കൊക്കെ നല്ല സന്തോഷമുണ്ട് എന്ന് പറയാണ്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അതെ, ഇനിയും നമുക്ക് അവരെ ശ്രദ്ധിക്കണം. അവരുടെ കയ്യിൽ ഒരുപാട് കള്ളത്തരം ഉള്ളതുപോലെ തോന്നുന്നു. നമ്മുടെ മൂർത്തി ജ്വല്ലറിയെ തകർക്കാൻ നോക്കുന്നതും അവരല്ലേ അനിയെന്ന് പറയുക. അതെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനി പറയാ, ഞങ്ങളുടെ വീട്ടിൽ അബിയുണ്ടല്ലോ, ഇനിയിപ്പം എൻ ജ്വല്ലറിയുടെ മാനേജരായിട്ട് കയറാൻ പോവാണ്. പുതിയ ബ്രാഞ്ച് അവർ അടുത്ത ആഴ്ച തുടങ്ങുന്നുണ്ട്. ആ ബ്രാഞ്ചിലെ മാനേജരായിട്ട് അബി അവിടെ കയറാൻ പോവാന്ന് പറയുക. അപ്പം നന്ദു പറയാം, നന്നായല്ലോ, അബിയെപ്പോലെ ഒരു പെരുങ്കള്ളൻ ഇനിയിപ്പോൾ അവിടെയും കൂടെ കയറി കൂടിയ അവർക്ക് പറ്റിയ ഒരാളാണ്. എങ്ങനെയാണ് അബിക്ക് ഈ ജോലി എത്തിപ്പെട്ടത്? എൻ്റെ ചേച്ചി വഴിയായിരിക്കും അല്ലേന്ന് നന്ദു ചോദിക്കുക. അപ്പം അനി പറയുക, അതെ, നവീച്ചി അവരുടെ മോഡലല്ലേ, അതുവഴി പറഞ്ഞിട്ടാണ് അബിക്ക് ഈ ജോലി കിട്ടിയത്. ഏതായാലും കള്ളന്മാരുടെ കൂട്ടത്തിലേക്ക് ഒരു കള്ളനും കൂടി ആയില്ലോ എന്ന് പറഞ്ഞ് നന്ദുവും അനിയും ഒക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദു അങ്ങ് പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ അനാമിക ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നന്ദുവും അനിയും കൂടി സംസാരിക്കുന്നത്. അനാമിക അനിയുടെ അടുത്തേക്ക് വരികയാണ്. അറിയാത്ത ഭാവത്തിനാണ് കേട്ടോ വരുന്നത്. അനാമിക വന്ന് അടുത്ത് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ അനി മുഖം തിരിക്കുകയാണ്. അപ്പോൾ അനാമിക വന്നിട്ട് ചോദിക്കുകയാണ്, അനി, നീ എന്നെ കണ്ടില്ലെന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയുക, അല്ല, നിന്നെ ഞാൻ കണ്ടിട്ടെന്താ, നിന്നെ ഞാൻ കണ്ടു, കാണാതിരുന്നിട്ടല്ല, കാണണ്ടാന്ന് തോന്നിയിട്ടാണ് മുഖം തിരിച്ചതെന്ന് പറയുക. അപ്പോൾ അനാമിക പറയാം, നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണല്ലേ? ഇത്രയും നാളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടി, അതിനുശേഷം ഇത്രയും നാളുകൾക്ക് ശേഷം കണ്ടിട്ടും നിനക്ക് എന്നോട് ദേഷ്യമാണല്ലേ? നന്ദു ആണല്ലേ ഇപ്പോഴും നിൻ്റെ മനസ്സിൽ? എന്നിട്ട് നിങ്ങളുടെ വിവാഹത്തിന് വീട്ടുകാരൊന്നും സമ്മതിക്കുന്നില്ലല്ലേ? അല്ല, വീട്ടുകാരൻ സമ്മതിച്ചാലും ഞാൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അനിയെന്ന് ചോദിക്കുക. നിന്റെ സമ്മതം ആർക്ക് വേണം? ഞാൻ നിന്നോട് എൻ്റെ കൺമുന്നിൽ പോലും വരരുതെന്ന് പറഞ്ഞാലേ അനാമികേ? അതെ, എൻ്റെ സമ്മതം വേണമല്ലോ. എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി നീ കെട്ടിയതാണല്ലോ. അതുമാത്രമല്ല, നമ്മൾ നിയമപരമായിട്ട് ഇനി താലി പൊട്ടിച്ചെറിഞ്ഞാലും വിവാഹമോചിതരായിട്ടില്ല. അങ്ങനെ ഒരു വിവാഹമോചനം നടക്കാതെ നിനക്ക് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പറ്റില്ലല്ലോ അനിയെന്ന് പറയുക. അപ്പോൾ അനി ഇങ്ങനെ ഒന്ന് സ്തബ്ധനായിട്ട് ചിന്തിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ അനാമിക പറയാം, ഞാനൊരു വഴക്കിന് വന്നതൊന്നും അല്ല അനി, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ രമ്യമായിട്ട് പരിഹരിക്കണ്ടേ എന്ന് ചോദിക്കുക. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, എന്ത് രമ്യമായിട്ട് പരിഹരിക്കാനാണ് നീ വന്നത്? അല്ല അനി, നീ എനിക്ക് മാപ്പ് തരണം. നിന്നോടൊരു സോറി കൂടി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നിനക്കിനി നന്ദുവിനെ ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സമായിട്ടൊന്നും നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അനി. എനിക്ക് ഇപ്പം നല്ല കുറ്റബോധമുണ്ട്. അന്ന് വെറുതെ വീറും വാശിയും പിടിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ട് ഞാൻ എന്ത് നേടി? കോടതിയുടെ മുമ്പിൽ നാണം കെട്ടു, ശിക്ഷ ഏറ്റുവാങ്ങി, ഇപ്പോഴും ഒന്നുമില്ലാതെ തെരുവ് തെണ്ടിയെ പോലെ ജീവിക്കുന്നു. അന്നൊരു നയപരമായ നീക്കത്തിലൂടെ പോയിരുന്നെങ്കിൽ നീ എനിക്ക് കുറച്ച് പണം കോമ്പൻസേഷനെങ്കിലും ആയിട്ട് തന്നേനെ. ഇപ്പം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കടം വാങ്ങിച്ച് മുടിഞ്ഞ് അങ്ങനെ ഒരു ജീവിതമാണ് ഞങ്ങളുടെ. അതുകൊണ്ട് നിന്നെ കണ്ടപ്പോൾ ഒന്ന് സംസാരിക്കണമെന്നും മാപ്പ് പറയണമെന്നും ഒക്കെ എനിക്ക് തോന്നി. നീ മാപ്പ് പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ പൊയ്ക്കൂ, ഞാൻ ആ മാപ്പ് സ്വീകരിച്ചു എന്ന് പറയാണ് അനി. അപ്പോൾ അനാമിക പറയാം, അതെ, ഞാൻ പോവാണ്, ഞാൻ ശല്യത്തിന് വന്നതൊന്നുമല്ല. പക്ഷെ നീ അനി ഓർക്കണം, നിൻ്റെ ഭാര്യയാണ് ഞാൻ. ഇപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടിയാണ് ഇപ്പം ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് പണമൊന്നും ആവശ്യമില്ലെങ്കിലും എനിക്ക് വേണ്ട കോമ്പൻസേഷനെങ്കിലും നീ നല്ല രീതിയിൽ തരണം. നിനക്കൊരു കോമ്പൻസേഷനും തരാൻ തീരുമാനിച്ചിട്ടില്ല, അത് മുത്തശ്ശൻ്റെ തീരുമാനമാണെന്ന് പറയുമ്പോൾ പറയാണ്, അനി, ഞാൻ ഒരു കാര്യം കൂടെ നിന്നോട് ചോദിച്ചോട്ടെ? നീ എന്നോട് ദേഷ്യപ്പെടരുത്. ഇനിയും നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങിക്കൂടെ?
ഞാൻ പഴയ ആ ജീവിതത്തിൽ നിന്ന് ഒരുപാടൊക്കെ പഠിച്ചു, ഒരുപാട് മനസ്സിലാക്കി. അതുകൊണ്ട് ഇനിയിപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് അങ്ങനൊരു ജീവിതം ഉണ്ടാവാൻ പോകുന്നില്ല. നിനക്ക് എന്നെ സ്വീകരിച്ചൂടെ? ഒന്നുമില്ലെങ്കിലും വഴക്കിട്ട സമയത്തും ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഇപ്പോഴാണ് അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയും നിൻ്റെ മുമ്പിൽ വന്ന് ഇത് പറയാൻ എനിക്ക് നാണക്കേടുണ്ട് അനി. പക്ഷേ കണ്ടപ്പം എൻ്റെ മനസ്സിൽ നിന്ന് ഇത് പറയാതിരിക്കാൻ എനിക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞ അനാമിക അങ്ങ് പൊട്ടിക്കരയാണ് കേട്ടോ. അത് കാണുമ്പോൾ അനി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇവക്കിത് എന്താ പറ്റിയത്? അടുത്ത അഭിനയം കാഴ്ച വെക്കുകയാണോ എന്നുള്ള രീതിയിൽ. അതെ, അനാമിക അടുത്ത അഭിനയം കാഴ്ചവെക്കുകയാണ് കേട്ടോ. അനിയുടെ ജീവിതത്തിലേക്ക് എങ്ങനെയെങ്കിലും കയറി കൂടണം, അല്ലെങ്കിൽ നല്ല രീതിയിലൊരു കോമ്പൻസേഷൻ വാങ്ങണം. അത് മാത്രമാണ് അനാമികയുടെ ലക്ഷ്യം. അപ്പം അനി പറയുന്നുണ്ട്, വേണ്ട, നിന്റെ അഭിനയം മതിയാക്ക്. ഇനി നീ എൻ്റെ മുമ്പിൽ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് അഭിനയിക്കൊന്നും വേണ്ട. ഞാൻ നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ഇനി അടുപ്പിക്കാൻ പോകുന്നില്ല. നീ ഒന്ന് പോയി തരാമോ എന്ന് ചോദിക്കുമ്പം അനാമിക പറയുന്നുണ്ട്, ഞാൻ പോകാം. നിന്നെ കണ്ടപ്പം പഴയ ഓർമ്മകളൊക്കെ വന്നപ്പം മനസ്സിൽ നിന്ന് ഇങ്ങനെയൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. സോറി, ഞാൻ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെൻറ്റിയൊക്കെ അടിച്ച് അവിടെ നിന്ന് എണീറ്റ് പോവാണ്. അനിയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുക. ഇവക്ക് എന്ത് പറ്റി ഇങ്ങനെ ഒരു മാറ്റം? ഇതിനു മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. കടിച്ച് തിന്നാൻ വരുന്ന പോലെ മാത്രമാണല്ലോ ഇവിടെ എന്നോട് സംസാരിച്ചിട്ടുള്ളതെന്ന് ഓർത്തിട്ട്. അതേസമയം അനാമിക ഇനി കുറച്ച് ദിവസം കളികൾ ആരംഭിക്കുകയാണ്. അനന്തപുരിയിൽ കയറി കൂടാൻ വേണ്ടിയിട്ടുള്ള കളികൾ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്